അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എംഎസ് വോയിസിന്റെ ഖത്തമുൽ ഖുർആൻ മജ്ലിസിലൂടെ ബഹുമാനപ്പെട്ട ഹാഫിൽ അഹമ്മദ് നസീം ബാഖവി ഉസ്താദിന്റെ കൂടെ ഖത്തം ഓതിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുണ്യ റമളാനിൽ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ മഗ്ഫിറത്തിന് വേണ്ടി ദിവസവും അല്പം ഖുർആൻ ഓതി ഖത്തം തീർക്കാൻ വേണ്ടി നാം തുടങ്ങിവെച്ച ഈ മഹത്തായ മജ്ലിസ് ഏകദേശം 1740 ദിവസം അഥവാ 4.5 കൊല്ലം പിന്നിട്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് നാം ഇപ്പോൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഈ 6ാമത്തെ ഖത്മ് നാം ഖത്മ് തുടങ്ങിവെച്ച പരിശുദ്ധ റമളാനിൽ തന്നെ, അഥവാ ഈ റമളാൻ 1 ഈ ഖത്മ് നമുക്ക് വഴങ്ങാം. അന്നു തന്നെ പുതിയ ഖത്തമുൽ ഖുർആൻ മജ്ലിസ് തുടങ്ങുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട ഈ മജ്ലിസിലുള്ള എല്ലാവരും, നിങ്ങളുടെ കുടുംബക്കാർ, അയൽവാസികൾ, മറ്റു സുഹൃത്തുക്കൾ തുടങ്ങിയവരെ പുണ്യ റമളാനിൽ നാം തുടങ്ങാനിരിക്കുന്ന 7ാമത്തെ ഖത്തമുൽ ഖുർആൻ മജ്ലിസിലേക്ക് എല്ലാവരെയും ക്ഷണിക്കണം. ഇതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളും മറ്റും അവരിലേക്ക് എത്തിച്ചു കൊടുത്ത് ഷെയർ ചെയ്തു കൊടുക്കുകയും വേണം. റബ്ബ് തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ. Welcome to the Khatam al-Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نون والقلم وما يسطرون. ما أنت بنعمة ربك بمجنون. وإن لك لأجرا غير ممنون. وإنك لعلى خلق عظيم. فستبصر ويبصرون بأيكم المفتون. إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين. فلا تطع المكذبين. ودوا لو تدهن فيدهنون. ولا تطع كل حلاف مهين هماز مشاء بنميم مناع للخير معتد أثيم عتل بعد ذلك زنيم أن كان ذا مال وبنين إذا تتلى عليه آياتنا قال أساطير الأولين. سنسمه على الخرطوم. إنا بلوناهم كما بلونا أصحاب الجنة إذ أقسموا ليصرمنها مصبحين ولا يستثنون. فطاف عليها طائف من ربك وهم نائمون فأصبحت كالصريم. فتنادوا مصبحين أن اغدوا على حرثكم إن كنتم صارمين. فانطلقوا وهم يتخافتون ألا يدخلنها اليوم عليكم مسكين. وغدوا على حرد قادرين. فلما رأوها قالوا إن
إنا لضالون بل نحن محرومون قال أوسطهم ألم أقل لكم لولا تسبحون قالوا سبحان ربنا إنا كنا ظالمين فأقبل بعضهم على بعض يتلاومون قالوا يا ويلنا إنا كنا طاغين عسى ربنا أن يبدلنا خيرا منها إنا إلى ربنا راغبون كذلك العذاب ولعذاب الآخرة أكبر لو كانوا يعلمون إن للمتقين عند ربهم جنات النعيم أفنجعل المسلمين كالمجرمين ما لكم كيف تحكمون أم لكم كتاب فيه تدرسون إن لكم فيه لما تخيرون أم لكم أيمان علينا بالغة إلى يوم القيامة إن لكم لما تحكمون سلهم أيهم بذلك زعيم أم لهم شركاء فليأتوا بشركائهم إن كانوا صادقين يوم يكشف عن ساق ويدعون إلى السجود فلا يستطيعون خاشعة أبصارهم ترهقهم ذلة وقد كانوا يدعون إلى السجود وهم سالمون فذرني ومن يكذب بهذا الحديث سنستدرجهم من حيث لا يعلمون وأملي لهم إن كيدي متين أم تسألهم أجرا فهم من مغرم مثقلون أم عندهم الغيب فهم يكتبون فاصبر لحكم ربك ولا تكن كصاحب الحوت إذ نادى وهو مكظوم لولا أن تداركه نعمة من ربه لنبذ بالعراء وهو مذموم فاجتباه ربه فجعله من الصالحين وإن يكاد الذين كفروا ليزلقونك بأبصارهم لما سمعوا الذكر ويقولون إنه لمجنون وما هو إلا ذكر للعالمين صدق الله العظيم അല്ലാഹു സുബ്ഹാനഹു തആല നാം ഓതിയ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിനെ സ്വീകരിക്കട്ടെ. എന്തെങ്കിലും പാകപ്പിഴകൾക്ക് വന്നവന് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെ നാളെ നമ്മുടെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പരിശുദ്ധ ഖുർആൻ്റെ അഹ്ലുകാരിൽ അല്ലാഹു നമ്മെ ഇവരെയും ഉൾപ്പെടുത്തട്ടെ.
ഈ പുണ്യമായ ഇന്നത്തെ രാവ്, ഈ ബറാഅത്ത് രാവ്, ഇന്ന് മഗ്രിബ് മുതൽ സുബഹി വരെയുള്ള പുണ്യമായ രാവിൽ അള്ളാഹു എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ടോ അവൻ്റെ ഇഷ്ടദാസന്മാർക്ക്, ആ നൽകുന്നവരുടെ കൂട്ടത്തിൽ ഈ പാപികളായി നമ്മയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അള്ളാഹു ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മുഅ്മിനീങ്ങളെ, ഇന്ന് ബറാഅത്ത് രാവാണ്. ബറാഅത്ത് രാവ് നമ്മിലേക്ക് എത്തുന്നതിന് മുമ്പ്, അഥവാ മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബറാഅത്ത് രാവിന് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ അഹ്ലുകാർ നമ്മുടെ വീട് അന്വേഷിച്ച് വരുമെന്നും അവർക്ക് എന്തെങ്കിലും ഖബറിലേക്ക് ഉപകരിക്കുന്ന എന്തെങ്കിലും ഹദിയകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി നമ്മളെ വീടുകളിലൊക്കെ വരുമെന്നും അഭിപ്രായങ്ങൾ കാണാം. അതുകൊണ്ടാണ് നമ്മൾ മരണപ്പെട്ടു പോയവർക്കും നമ്മുടെ മരണം നന്നാവാൻ വേണ്ടി ഒരു യാസീൻ ഓതി നമ്മൾ ദുആ ചെയ്യുന്നത്. പണ്ട് കാലം മുതലേ നമ്മുടെ നാടുകളിലെ ഖബർസ്ഥാനുകളിലൊക്കെ ആളുകൾ പോയി ഖബർ സിയാറത്തൊക്കെ ചെയ്യാറുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അവസരത്തിൽ ബറാഅത്ത് രാവിൽ ആയിഷാ ബീവിയുടെ കൂടെ കിടന്നുറങ്ങുമ്പോൾ അർദ്ധരാത്രിയിൽ ആയിഷാ ബീവി ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ ഉണർന്നു നോക്കിയപ്പോൾ നബീനെ അടുത്ത് കാണാനില്ല. ആയിഷാ ബീവി തെറ്റിദ്ധരിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ദിവസം മറ്റു ഭാര്യമാരുടെ അടുത്തേക്ക് പോയതാണോ എന്ന് കരുതി നബി അങ്ങോട്ട് പോയി എന്നറിയാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെയാണ് അങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ ദൂരെ ജന്നത്തുൽ ബഖീയിൽ നിന്ന് തേങ്ങിക്കരച്ചിൽ കേട്ടു. ആ തേങ്ങിക്കരച്ചിൽ കേട്ടപ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് അതറിഞ്ഞു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു സഹാബത്ത് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ കരയുന്നിടത്ത് നിന്ന് ഉണർത്തി. എന്നിട്ട് ചോദിച്ചു, എന്തിനാണ് നബി ഞങ്ങൾ നിന്ന് കരയുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇന്നത്തെ രാവ് ഏതാണെന്നറിയുമോ? അള്ളാഹു സുബ്ഹാനഹു തആലയുടെ റഹ്മത്ത് ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ദിവസമാണ്. കൽബ് ഗോത്രത്തിലുള്ള ആടുകളുടെ രോമത്തിൻ്റെ എണ്ണമനുസരിച്ച് അള്ളാഹു അവൻ്റെ അടിമകളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന രാവ് കൂടിയാണ്. ആയതുകൊണ്ട് ഞാൻ എൻ്റെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വന്നതാണ് എന്ന് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവെങ്കിൽ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് കണ്ട ആയിഷാ ബീവി ഓടിപ്പോയി വിരിപ്പിൽ കിടക്കുകയും ഒന്നും അറിയാത്ത പോലെ കിടക്കുകയും ചെയ്തു. പക്ഷേ ആയിഷാ ബീവിയുടെ കിതപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നബിക്ക് കാര്യം മനസ്സിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, അന്നെ ഞാൻ ചതിച്ചുവെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് അവകാശപ്പെട്ട ദിവസം ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും പോയി എന്ന് നീ വിചാരിച്ചോ? ശേഷം നബി തങ്ങൾ അന്നത്തെ രാത്രിയുടെ മഹത്വം പറഞ്ഞു കൊടുത്തു. മുഅ്മിനീങ്ങളെ, ആ മഹത്തായ രാത്രിയാണ് ഇന്നത്തെ രാത്രി. അപ്പോൾ ആയതുകൊണ്ട് ഇന്ന് നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പേരിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് യാസീൻ ഓതണം. അവർ നമ്മളെ വീടുകളിലേക്ക് വരും. അവർക്ക് സന്തോഷമുള്ള യാത്രകൾ അയക്കണം, അഥവാ അവരുടെ പേരിൽ ഹദിയകൾ ചെയ്യുക, അവർക്ക് വേണ്ടി യാസീൻ ഓതി, അതുപോലെ തന്നെ ചീരണിയൊക്കെ ഉണ്ടാക്കി ദുആ ചെയ്ത് അവരുടെ ഖബർ വിശാലതയ്ക്ക് വേണ്ടി ദുആർക്കുക. അതുപോലെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വീട്ടിലുള്ള പുരുഷന്മാരെ നിർബന്ധിക്കുക, അവരെ പറഞ്ഞയക്കുക. ഖബർ സിയാറത്ത് ചെയ്ത് യാസീൻ ഓതി ദുആഇരുന്ന് വരാൻ വേണ്ടി പറയുക. സ്വന്തമായി ദുആ ചെയ്താലും മതി. അവ രണ്ട് കാര്യമായി: ഒന്ന്, അവരുടെ ഖബർ സിയാറത്ത് നടത്തുക; രണ്ട്, അവർക്ക് വേണ്ടി യാസീൻ ഓതുക; മൂന്ന്, അവർക്ക് വേണ്ടി ചീരണി ഉണ്ടാക്കുക; നാല്, അവരുടെ പേരിൽ ഹദിയകൾ കൊടുക്കുക. ഇങ്ങനെ ഉമ്മാക്ക് വേണ്ടി ദുആർക്കണം, പാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഹദിയകൾ കൊടുക്കുക, അല്ലെങ്കിൽ അയച്ചു കൊടുക്കുക. കൈയോടെ കൊടുക്കാൻ പറ്റാത്ത ആളുകൾ, നമ്മുടെ കുടുംബങ്ങൾ, അയൽവാസികൾ, അതുപോലെ മജ്ലിസുകൾ, പള്ളികൾ, മദ്രസകൾ, പള്ളിയിലെ ഉസ്താദുമാർ, ഇങ്ങനെ തുടങ്ങി ഹദിയകൾ കൊടുക്കാൻ പറ്റുന്ന ആളുകളെ അന്വേഷിച്ച് പിടിച്ച് ഹദിയകൾ കൊടുത്ത് മരണപ്പെട്ടു പോയ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ദുആർക്കണം എന്ന് പറയുക. ഇത് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. അസറിന് ശേഷം ചില നാടുകളിലൊക്കെ യാസീൻ ഓതാറുണ്ട്, മഗ്രിബിന് ശേഷം ഓതാറുണ്ട്. യഥാർത്ഥത്തിൽ മഗ്രിബിന് ശേഷമാണ് ഓതേണ്ടത്. അള്ളാഹുവേ, ഞാൻ ഈ ഓതാൻ പോകുന്ന യാസീൻ്റെ ബറക്കത്ത് കൊണ്ട് എനിക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് അൽ ഫാത്തിഹ വിളിച്ച് യാസീൻ ഓതുക. ഒന്നാമത്തെ യാസീൻ ആഫിയത്തുള്ള ദീർഘായുസിന് വേണ്ടി. ആദ്യത്തെ യാസീൻ ഓതി കഴിഞ്ഞതിന് ശേഷം പടച്ചോനെ യാസീൻ്റെ ബർക്കത്ത് കൊണ്ട് നിൻ്റെ താഴത്തിനും പൊരുത്തത്തിനുമായിട്ടുള്ള ദീർഘായുസ് നീ നൽകണേ അല്ലാ എന്നിങ്ങനെ ചെറിയ നൽകുമായിരുന്നു. ഉടനെ രണ്ടാമത്തെ യാസീൻ ഓതുക. അള്ളാഹു, ഞാൻ ഇനി ഓതാൻ പോകുന്ന യാസീൻ്റെ ബർക്കത്ത് കൊണ്ട് എനിക്ക് ഭക്ഷണത്തിന് വിശാലം നൽകണം അല്ലാ. എനിക്കും എൻ്റെ ആശ്രിതർക്കും, ഉമ്മ വാപ്പ, ഭാര്യ സന്താനങ്ങൾ,
ആശ്രയ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ നീ ഭക്ഷണത്തിന് വിശാലത നൽകണേ അല്ലാഹ്. അൽ-ഫാത്തിഹ എന്ന് പറഞ്ഞ രണ്ടാമത്തെ യാസീൻ ഓതുക. ആ യാസീൻ ഓതി കഴിഞ്ഞതിന് ശേഷം പഠിച്ചവനെ യാസീൻ എന്തെങ്കിലും തെറ്റ് വന്നതിന് പുറത്ത് തന്നെ അല്ലാഹ് യാസീൻ്റെ ബർക്കത്ത് കൊണ്ട് ഇന്നത്തെ രാവിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഭക്ഷണത്തിൽ വിശാലം നൽകണേ എന്ന് പറഞ്ഞ് ദുആഇർക്കുക. അതിനുശേഷം മൂന്നാമത് യാസീൻ ഓതണം. അള്ളാഹു ഞാൻ ഓതുന്ന യാസീൻ്റെ പ്രതിഫലത്തെ മരണപ്പെട്ടവരുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അതുപോലെ ഞങ്ങൾക്ക് നീ നല്ല മരണം നൽകണേ അല്ലാഹ്. അൽ-ഫാത്തിഹ എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാമത്തെ യാസീൻ ഓതുക. ശേഷം ആ യാസീൻ ഓതി കഴിഞ്ഞതിന് ശേഷം ദുആഇർക്കുക. ചെറിയ നിലക്ക് ഒരു 1 മിനിറ്റോ 2 മിനിറ്റ് ദുആ. അതിനുശേഷം ഒരു ദുഹാൻ ഓതുക. പിന്നെ അതിൻ്റെ ദിക്റുകളുണ്ട്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് 100 പ്രാവശ്യം ചൊല്ലുക ദിക്ർ. എന്താണ്? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനും സർവം നിയന്ത്രിക്കുന്നവനായ അല്ലാഹുവേ നിൻ്റെ കാരുണ്യം മുൻനിർത്തിക്കൊണ്ട് സഹായം തേടുന്നു എന്നാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദു അനാതിൻ ലാ ത്വാഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് പറയുന്ന ദിക്ർ 70 പ്രാവശ്യം ചൊല്ലുക. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്നുള്ള ദിക്ർ 100 വട്ടം ചൊല്ലുക. അതുപോലെ തന്നെ സ്വലാത്ത് കഴിയുന്ന പരമാവധി ചൊല്ലുക. ചുരുങ്ങിയത് 1000 സ്വലാത്തെങ്കിലും ചൊല്ലുക. അള്ളാഹുവിനോട് ദുആഇർക്കുക. 1000 സ്വലാത്ത് സൗകര്യം പോലെ ചെല്ലാൻ മതി. തൽക്കാലം 100 സ്വലാത്തൊക്കെ ചൊല്ലി ദുആ ചെയ്യുക. ആത്മാർത്ഥമായി ദുആഇർക്കുക. ബറാഅത്ത് രാവിലെ ദിക്റുകളും ദുആകളും എന്ന് പറയുന്നത് ബറാഅത്ത് രാവ് മഗ്‌രിബ് ഇശാൻ്റെ ഇടയിലാണ് യാസീൻ ഓതേണ്ടത്. അതുപോലെ തന്നെ ദുഹാൻ ഓതേണ്ടത്. യാസീനും ദുഹാനും ഓതി കഴിഞ്ഞിട്ട് നന്നായി ദുആഇർക്കുക. നന്നായി ദുആഇരുന്നതിന് ശേഷം പിന്നെ ഇശാസ്കാരമൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് മറ്റുള്ള ദിക്റ് സ്വലാത്തുകളൊക്കെ ചെല്ലാതിരുന്നാൽ മതി. യാ ഹയ്യു യാ ഖയ്യൂമും അല്ലാഹുമ്മ ഇന്നക ഹലീമുനും അതേപോലെ തന്നെ ഹസ്ബി അല്ലാഹു ഒക്കെ ഇശാന് ശേഷം ചെല്ലിയാലും മതി. അല്ലെങ്കിൽ നമ്മൾ ദുആ ഇശാ വിട്ട് അപ്പുറത്തേക്ക് പോകാതെ ആ നല്ല സമയത്ത് തന്നെ ദുആ ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ നാളെ നോമ്പെടുക്കാൻ വേണ്ടി നിയ്യത്ത് ചെയ്യുക. റമളാനിൽ നിന്ന് ഖളായി പോയ നോമ്പിനെയും ഷാബാൻ 15-ൻ്റെ സുന്നത്ത് നോമ്പിനെ അല്ലെങ്കിൽ ബറാത്തിൻ്റെ സുന്നത്ത് നോമ്പിനെയും അല്ലാഹു തആലയ്ക്ക് വേണ്ടി നോറ്റി വിട്ടുവാൻ ഞാൻ കരുതിയെന്ന് നിയ്യത്ത് വെച്ചുകൊണ്ട് നോമ്പെടുക്കുക. അത് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇങ്ങനെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്നത്തെ രാത്രിയും നാളത്തെ പകലും ഭംഗിയാക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഒരു വർഷത്തേക്കുള്ള ഭക്ഷണം നിശ്ചയിക്കുന്ന ദിവസം ഇന്നത്തെ രാത്രിയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ആയുസ് നിർണ്ണയിക്കുന്നത് ഇന്നത്തെ രാത്രിയിലാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ മരണം എങ്ങനെ നല്ല നിലക്കോ അല്ലാതെയോ എന്ന് തീരുമാനിക്കുന്നതും ഇന്നത്തെ രാത്രിയാണ്. അല്ലാഹു ഒരുപാട് റഹ്മത്തുകൾ ഇറക്കിത്തരുന്ന രാത്രിയാണ്. അല്ലാഹു ഒരുപാട് ആളുകൾക്ക് ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്ന രാത്രിയാണ്. പലവരുടെയും ജീവിതം ഖൈറായ നിലയ്ക്ക് മാറിമറിയുന്ന രാത്രിയാണ്. പലവരുടെയും ജീവിതം മോശമായ രീതിയിലേക്ക് മാറിമറിയുന്ന രാത്രി കൂടിയാണ്. ആയതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇന്നത്തെ രാവ് വളരെയധികം നന്നായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങളെ ദുആയിൽ ഈ വിനീതിനെയും ഉൾപ്പെടുത്തണം. പ്രത്യേകിച്ച് എൻ്റെ മുറാദുകൾ ഹാസിലാകാൻ വേണ്ടി ഒരു ചെറിയ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ സലാമത്താകാൻ വേണ്ടി ദുആഇർക്കണം. അതുപോലെ ഇൻഷാ അല്ലാഹ് ഖത്തമ് ഓതി തീരാൻ ബാക്കിയുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ ഖത്തം ഓതി തീർക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് പരിശുദ്ധ റമളാൻ 1 തന്നെ ഖത്തം ഓതാൻ വേണ്ടി ഖത്തം ഓതി തീർക്കണം. പുതിയ ഖത്തം തുടങ്ങണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഹദിയകൾ അയക്കുന്നവരൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നെ ഖത്തം ദുആൻ്റെ ഹദിയകൾ അയക്കുന്നവരൊക്കെ ആ ഖത്തം ദുആൻ്റെ 2 ദിവസം മുമ്പൊക്കെ അയച്ചാൽ മതി എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ 2 ദിവസമായ മരണപ്പെട്ടു പോയവരുടെ ഖബറിടത്തിലേക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ ദുആകളൊക്കെ ചെയ്യണം. പ്രത്യേകിച്ച് ബറാഅത്ത് രാവിലെ അത് ഞാൻ റമളാന് ചെയ്യുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇപ്പം ചെയ്യാതിരിക്കരുത്. ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ട സമയത്തൊക്കെ ചെയ്യണം. എന്നാലാണ് പിന്നെ ഇന്ന് നമ്മൾ പിശുക്കി കഴിഞ്ഞാൽ നാളെ നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മളും പിശുക്കും. ബറാഅത്തിന് ചെയ്തതല്ലേ, അപ്പം ഇനി എന്ത് ചെയ്തതല്ലേ, ബറാഅത്തിന് ഉമ്മാൻ്റെ പേരിൽ സദഖ കൊടുത്തതല്ലേ, അപ്പം ഇനി റമളാനിന് കൊടുക്കണ്ട എന്ന് നമുക്കൊരു തോന്നും. റമളാനിന് കൊടുക്കണ്ട എന്നാൽ നമ്മൾ ഖത്തം ദുആ മജ്ലിസിൽ കൊടുക്കണ്ട അങ്ങനെയൊക്കെ തോന്നും. നിങ്ങൾ ഖത്തം ദുആ മജ്ലിസിലേക്ക് ഹദിയ അയച്ചു തന്നില്ലെങ്കിലും മുഅ്മിനീങ്ങളെ ബറാഅത്തിൻ്റെ രാവിലെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ പാവപ്പെട്ടവർക്കൊക്കെ ഹദിയ അയച്ചു കൊടുത്ത് നിങ്ങളുടെ മരണപ്പെട്ടു പോയവർക്കൊക്കെ വേണ്ടി ദുആഇർക്കാൻ വേണ്ടി പറയണം. കഴിയുന്നത് എന്താണോ അതൊക്കെ അയച്ചു കൊടുക്കുക. അല്ലെങ്കിൽ കയ്യോടെ കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരണപ്പെട്ടു പോകേണ്ടതാണ്. ഓരോ വർഷവും നമുക്ക് റമളാൻ വരും, ബറാഅത്ത് വരും. അതുപോലെ തന്നെ ഒരുപാട് നല്ല ദിവസങ്ങൾ, സന്തോഷമുള്ള ദിവസങ്ങളൊക്കെ വരുമ്പോൾ ആ സന്തോഷത്തിൽ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരും പങ്കാളികളാകണമെങ്കിൽ അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതണം.
അവർക്ക് വേണ്ടി യാസീനോദണം, അവർക്ക് വേണ്ടി ചീർണികൾ ഉണ്ടാക്കി സദസ്സുകൾ സംഘടിപ്പിക്കണം, അവർക്ക് വേണ്ടി ഹദിയകൾ അയക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയുടെ ഓർത്തുകൊണ്ട് ഇടയ്ക്ക് ആടിനറുത്ത് ഭക്ഷണം ഉണ്ടാക്കി ഖദീജ ബീവിയുടെ കൂട്ടുകാരൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു എന്ന് ഹദീസിൽ ചരിത്രത്തിൽ കാണാം. ആയതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല ഇന്നത്തെ രാത്രി നമുക്ക് അനുകൂലമാക്കി തരട്ടെ. ആമീൻ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനു മുമ്പ് ഒരു സഹോദരിയുടെ ജ്യേഷ്ഠത്തിക്ക് ഭക്ഷണം ഇറക്കാൻ കഴിയാതെ പ്രയാസമാണ്. വെള്ളം മാത്രമാണ് കുടിക്കാൻ വല്ലാത്തൊരവസ്ഥയാണ്. എന്തെല്ലാം ഭക്ഷണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരിക്കും പ്രായമാകുമ്പോൾ. ആ ഭക്ഷണമൊന്നും കഴിക്കാൻ കഴിയാതെ വെള്ളം മാത്രം കുടിച്ച് പ്രയാസപ്പെടുന്ന സഹോദരിയുടെ പ്രയാസത്തിന് അല്ലാഹു ഈ പുണ്യരാവിൻ്റെ ഇന്നത്തെ രാവിൻ്റെ ഒക്കെ ബർക്കത്തും അല്ലാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തിൻ്റെ കവാടങ്ങൾ അതിൻ്റെ ജീവിതത്തിലേക്ക് അല്ലാഹു തുറന്നു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഖദീജ നീലേശ്വരം റസൂലുള്ളാഹിൻ്റെ പേരിൽ ഖത്തം ഓതി കഴിഞ്ഞ ഒരു ഉംറക്ക് പോവുകയാണ്. ഇന്ന് ഉംറക്ക് പോകും. അതുകൊണ്ട് ഖത്തം വേഗം ഓതി തീർത്ത് പോയതാണ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അവരെ ഹദിയ അയച്ചു തന്നു അല്ലാഹു സ്വീകരിക്കട്ടെ. മരണപ്പെട്ടുപോയവരുടെ കബറിടത്തിലേക്ക് അതിൻ്റെ പ്രതിഫലം അല്ലാഹു എത്തിച്ചു നൽകട്ടെ. ഓതിയ ഖത്തത്തിൽ എന്തെങ്കിലും പാകപ്പെടണമെന്ന് അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരി ഞങ്ങൾക്കൊക്കെ വേണ്ടി ദ്വാരക്കണമെന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ഖൈറുന്നിസ മഞ്ചേശ്വരം മകന് റാഹത്തായി ജോലി കിട്ടാൻ മുറാദ് ഹാസിലാകാൻ മരണപ്പെട്ടവരുടെ മഗ്ഫിറത്തിനൊക്കെ വേണ്ടി ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ പ്രയാസങ്ങൾ വശങ്ങൾ എന്താണ് അല്ലാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവർ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ സലാമത്തായ ഖത്തമുൽ ഖുർആൻ മജ്ലിസിലേക്ക് ഹദിയ അയക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു റഹ്മാനായ റബ്ബേ, അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. പ്രയാസങ്ങൾ വിഷമങ്ങളിൽ നിന്നൊക്കെ സലാമത്ത് നൽകി ഇരുലോക വിജയികളെ അവരെ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ആമീൻ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പേരിൽ ഫാത്തിഹ, ഖിലാസ്, മുഹമ്മദ് ഓതി നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. لك الحمد يا رب يا الله يا معبود. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد. اللهم أوصل مثل ثواب ما قرأناه هذه هدية واصلة زكية ورحمة نازلة وبركة باهية إلى حضرة النبي المصطفى محمد صلى الله عليه وسلم
وإلى أرواح السادات البدريين رضوان الله تعالى عنهم أجمعين. اللهم شفعهم فينا يا أرحم الراحمين. اللهم بلغهم منا السلام. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولأزواجنا ولأصحابنا ولجميع المسلمين والمؤمنين ببركاتهم وكراماتهم يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. آمين برحمتك. آمين. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم أوصل بلغ مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة نبينا سيدنا وحبيبنا محمد صلى الله عليه وسلم. اللهم إلى أرواح جميع الأنبياء والمرسلين. اللهم إلى أرواح أصحاب البدريين وسائر صحابة رسول الله صلى الله عليه وسلم. اللهم إلى أرواح صالحين والصديقين والشهداء وأولياء الله تعالى كلهم أجمعين. اللهم زد لهم شرفا لا شرفهم وفضلا لا فضلهم وكرامة تليق بأعلى درجاتهم يا رب العالمين. اللهم بحقهم وبجاههم اللهم سلمنا وسلم أهلنا في الدارين وبحقوق هؤلاء الشرفاء العظماء المذكورين. اللهم إلى أرواح من ماتوا من آبائنا وأمهاتنا وإلى أرواح من ماتوا من أهلنا من أقاربنا وإلى أرواح من ماتوا في بلدنا. اللهم إلى أرواح من ماتوا منا. اللهم إلى أرواح جميع المسلمين والمسلمات والمؤمنين والمؤمنات. اللهم أنس وعشتهم وآمن دوءتهم ونفس غربتهم ونفر محلتهم وارفع درجتهم. اللهم تقبل حسناتهم وتجاوز عن سيئاتهم واجمع بيننا وبينهم في دار جنتك النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم انصر المسلمين في كل مكان يا رب العالمين. اللهم أحينا الكتاب والسنة وأمتنا مع الإيمان والتوبة يا ذا الجلال والإكرام. اللهم يسر أسيرنا وسكن أمورنا وقضي حاجاتنا وحاجة من أوصانا واشفي أمراضنا وأمراض مرضانا وأمراض من أطعمنا وأمراض من عاننا وأمراض من أوصانا بالدعاء نفسية وقلبية ظاهرية وباطنية واشفيها شافيها كافيها معافيها رب العالمين وبحقوق هؤلاء الشرفاء العظماء المذكورين. പടച്ചവനെ ലോകരക്ഷിതാവായ റഹ്മാനുറഹീമായ അല്ലാഹ് ഞങ്ങളോട് ഓതിയ പരിശുദ്ധമായ ഖുർആൻ ശരീഫിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഖത്മ നീ കബൂലാക്കണേ അല്ലാഹ്. അത് പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ഓതിയതിൻ്റെ ഒക്കെ സവാബിന് അല്ലാഹു എല്ലാ അമ്പിയാക്കൾ മുർസലീങ്ങൾ സ്വാലിഹീങ്ങൾ സജ്ജനങ്ങൾ മശായിഖന്മാർ ഖൈറിൻ അഹ്ലുകാർ ശുഹദാക്കൾ സിദ്ദീഖീങ്ങൾ അഹ്ലു ബൈത്തിൻ്റെ ഒക്കെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹു. മഹാദുൽ മുഅ്മിനീങ്ങൾ ത്വാബീങ്ങൾ താബീങ്ങളുടെ അസ്ഹാബുൽ ബദരീങ്ങൾ ഹുദീങ്ങൾ എല്ലാ സഹാബത്തെ ഖിറാമിൻ്റെ ഹദ്റത്തിലേക്കും എത്തിക്കണേ റഹ്മാനെ. അവർക്കൊക്കെ നിന്റെ അടുക്കലുള്ള പദവികളെ ദറജകളെ സ്ഥാനങ്ങൾ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. അവരുടെയൊക്കെ ഹക്ക് ജാഹ് ബറക്കത്തുകൾ ഞങ്ങളുടെയൊക്കെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാഹ്. ഇരുലോക വിജയങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഈമാൻ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ഇബാദത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയം നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ സ്വഭാവം നന്നാക്കി തരണേ അല്ലാഹ്. സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. നിന്റെ റിള ലഭിക്കുന്ന നിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ നിന്റെ മഗ്ഫിറത്തിന്റെ കവാടങ്ങൾ നിന്റെ റഹ്മത്തിന്റെ കവാടങ്ങളൊക്കെ തുറന്നിരുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ ഉമ്മമാർ സഹോദരി സഹോദരന്മാർ മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി സന്താനങ്ങൾക്ക് വേണ്ടി കൂട്ടുകുടുംബാദികൾക്ക് വേണ്ടി
ദുആ ചെയ്യണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദുആ വസിയത്ത് ചെയ്തവർ, മരണപ്പെട്ടു പോയ ഉപ്പയുടെ ഉമ്മയുടെ കൂട്ടുകുടുംബാദികളുടെ ഭാര്യയുടെ ഭർത്താവിന്റെ പേരിലൊക്കെ ഹദിയ അയച്ച് തന്നുകൊണ്ട് അവരുടെ ആണ്ട് ദിവസങ്ങളൊക്കെ വരുന്ന സമയങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, 7-40 ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ ഒരുപാട് ആളുകൾ ഈ മജ്ലിസിലുണ്ട്. അല്ലാഹു എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം അവർക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ ഖബറൊക്കെ നീ സ്വർഗീയ പൂങ്കാവനമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ മഹത്വം കൊണ്ട് അല്ലാ ആരൊക്കെ മരണപ്പെട്ടു വേണം മഗ്ഫിറത്ത് ഉദ്ദേശിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആന് തെറ്റുകൂടാതെ ഖതം ഓതി അവരുടെ ഖബറിടത്തിലേക്ക് വഴങ്ങണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയോ റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മരണപ്പെടുമ്പോ ഞങ്ങൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ഖതം ഓതി ദുആ ചെയ്യുന്ന കുടുംബങ്ങളെ, സന്താനങ്ങളെ, കൂട്ടുകുടുംബാദികളൊക്കെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബേ, ഒരുപാട് പ്രയാസങ്ങൾ മനസ്സിലുള്ളവർ മജ്ലിസിലുണ്ട് അല്ലാ. ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ നീക്കിത്തരണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. ഞങ്ങളുടെ മുറാദുകളൊക്കെ ഹാസിലാക്കി നൽകണേ അല്ലാ. സാമ്പത്തിക, മാനസിക, ശാരീരിക പ്രയാസങ്ങൾ, അടങ്ങേറുകളിൽ നിന്നൊക്കെ നീ സലാമത്ത് നൽകണേ അല്ലാ. കടം കൊണ്ടൊക്കെ വിഷമിക്കുന്നവരുടെ വീട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. കടക്കാരായിക്കൊണ്ട് ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കല്ല റഹ്മാന്. അള്ളാഹുവെ, വിവാഹമൊക്കെ ഉറപ്പിച്ച മക്കളുണ്ട്. എങ്ങനെ മക്കളെ വിവാഹം ചെയ്തയക്കുമെന്ന് കൊണ്ട് പ്രയാസപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന രക്ഷിതാക്കളുണ്ട്. നിന്റെ ഖജനാ വിശാലമാണല്ലോ റഹ്മാനെ. ഞങ്ങളുടെ മക്കളുടെ വിവാഹം റാഹത്തായ രീതിയിൽ നടത്താനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അതിനുള്ള വഴികളൊക്കെ നീ തുറന്നു നൽകണേ അല്ലാ. വിവാഹം ആലോചിക്കുന്ന ഭാര്യയെ അന്വേഷിക്കുന്ന, ഭർത്താവിനെ അന്വേഷിക്കുന്ന സഹോദരി സഹോദരന്മാരുണ്ട് റബ്ബേ. സ്വാലിഹീങ്ങളായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ദീനുള്ളവരെ നൽകണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ സന്താനങ്ങൾ, ഞങ്ങളുടെ ഭാര്യമാര്, ഞങ്ങളുടെ പേരക്കുട്ടികൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ എല്ലാവരും, ഞങ്ങളുടെ മാതാപിതാക്കളെ, ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ദീനുള്ളവരാക്കണേ അല്ലാ. നിന്റെ താഴത്തിലും പൊരുത്തത്തിലുമായി കൊണ്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിന് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളൊക്കെ മഈശത്തിന്റെ മേഖലയിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ജോലിയിൽ ഖൈറും ബർക്കത്ത് നൽകണേ അല്ലാ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ഖൈറായ ജോലിയൊക്കെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്, സ്വദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്, വിദേശത്തും സ്വദേശത്തും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാവർക്കും നീ ഖൈറിന്റെ, സലാമത്തിന്റെ, റാഹത്തിന്റെ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ വഴികളൊക്കെ നീ തുറന്നു നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ക്യാൻസർ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹു, നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പഠന വൈകല്യമുള്ള മക്കളുണ്ട് റബ്ബേ. നാഫിയായ ഓർമ്മശക്തി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അനുസരണയില്ലാത്ത മക്കളുണ്ട്, ഭർത്താക്കന്മാരുണ്ട്. അല്ലാഹുവേ, അനുസരണ നൽകണേ അല്ലാ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവരുണ്ട്. ഉമ്മയോടും ഉപ്പയോടും കയർത്ത് സംസാരിക്കുന്നത് ദേഷ്യപ്പെടുന്നവരുണ്ട്. അല്ലാഹു, എല്ലാവർക്കും നീ സലാമത്തും രക്ഷയും നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർളിയായ സിയാറത്തൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വജൂ ശരീഫ് കണ്ടുകൊണ്ട് സന്തോഷിച്ച് സ്വർഗം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് അനുഗ്രഹീതമായ ദിനരാത്രങ്ങളിൽ ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ സക്കറാത്ത് എളുപ്പമാക്കി തരണേ അല്ലാ. മരണം നന്നാക്കി തരണേ അല്ലാ. ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വആലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين. آمين. تقبل الله وسيكم الدعاء. السلام عليكم ورحمة الله وبركاته.